ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിൻലി നഴ്സിംഗ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനാണ് ഈ ഒരു വീഡിയോ. പിന്നെ ഇനി ഭാവിയിൽ നഴ്സിംഗ് ചൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു നഴ്സിംഗ് കോഴ്സ് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും, അതേപോലെ തന്നെ നഴ്സിംഗ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവും, അതേപോലെ തന്നെ അതിൻ്റെ നമ്മൾ എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ്, നമുക്ക് പുറത്ത് പോകണം, ജോലി ചെയ്യണം, നല്ല സാലറി കിട്ടും. അതല്ലാത്ത അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ച് എന്താ പറയുക, കുറച്ച് സേഫ് ആൻഡ് എൻഷുർഡ് ചെയ്തിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഇനിയിപ്പം ജനറൽ നഴ്സിംഗ് ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും കോഴ്സ് എടുത്ത ഉടനെ തന്നെ കോളേജിനെ പറ്റിയിട്ട് നന്നായിട്ട് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബിക്കോസ് നമ്മൾ ഇപ്പം ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഒരു BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഈ ഒരു അലൈഡ് ഹെൽത്ത് സയൻസസ് ഇങ്ങനത്തെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക, തട്ടിപ്പും കാര്യങ്ങളിലൊക്കെ പെട്ടു പോകുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അഡ്മിഷൻ എടുക്കാൻ നോക്കുക. എന്തായാലും നമുക്കിപ്പം ഒരു കോളേജിലും നേരിട്ട് പോയാൽ അഡ്മിഷൻ കിട്ടത്തില്ല. എന്തെങ്കിലും ആണെങ്കിൽ തന്നെ നമുക്ക് ഏജൻസി ത്രൂ ആണ് പോകാൻ പറ്റുക. എപ്പോഴും നല്ലൊരു ഏജൻസി തന്നെ ചൂസ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു നല്ല ഏജൻസി ചൂസ് ചെയ്തിട്ടില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ പോയിട്ട് അപ്രോച്ച് ചെയ്യുമ്പം അവർ നമ്മളെ അടുത്ത് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല. സോ ആ കാര്യമാണ് ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. എപ്പോഴും കോഴ്സ് നല്ല ഒരു എന്താ പറയുക, കോഴ്സ് എടുക്കുമ്പോൾ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കോളേജ് നേരിട്ട് പോയി കാണുക. പിന്നെ അതേപോലെ അഫിലിയേഷൻ കാര്യങ്ങളെല്ലാം ഉള്ളത് നല്ലോണം നോക്കുക. ഞാനൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോളേജിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്നും അറിയ പോലും ഇല്ലായിരുന്നു നഴ്സിംഗ്. കാരണം ഞാനൊരു നഴ്സിംഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ഒരാളല്ല. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കോളേജിൽ പോയി കണ്ടു എന്ന് വെച്ചാൽ വെറുതെ, അന്ന് വെച്ചാൽ എനിക്കൊരു ലോണിൻ്റെ ഒരു പേപ്പർ മേടിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പോയി കണ്ടു. അല്ലെങ്കിൽ അതും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അന്ന് അത്രേ എനിക്ക് ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനിയുള്ളവർ അതെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. കാരണം എനിക്കിപ്പോൾ ഉള്ള ഫ്രണ്ട്സ് ആയാലും അവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവരിതിന് മുന്നേ ജോയിൻ ചെയ്ത കോളേജിൽ അഫിലിയേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അവിടുന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കാൻ എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ 4 വർഷം പഠിച്ചിട്ടോ അല്ലെങ്കിൽ 3 കൊല്ലം പഠിച്ചിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ തന്നെ സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റൽ ആൻഡ് അക്കോമഡേഷൻ എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണോ, കാര്യങ്ങളാണോ, അഡീക്വേറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടോ, അതേപോലെ തന്നെ ഒരുപാട് ഉള്ളിലേക്കൊക്കെ ഉള്ള ഹോസ്റ്റലാണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ നമ്മുടെ സേഫ്റ്റി ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അത് ഓരോരുത്തർക്ക് നോക്കിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതേപോലെ നഴ്സിംഗിന് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ആൾ ഒരിക്കലും സെൻസിറ്റീവ് ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു നേഴ്സ് എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് ഭാവിയിലേക്ക് നമ്മളെ പേഷ്യൻസിനെയൊക്കെ നോക്കാനുള്ള ഒരാളാണ്. സോ നമ്മൾ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് നിന്നാലേ ഉള്ളൂ ഭാവിയിൽ നമുക്ക് ഇതിനേക്കാളും വലിയ ഈ ഒരു 4 വർഷത്തെ സമയത്തിൻ്റെ സ്പാനിൽ നല്ല സ്ട്രെസ് ഉണ്ടാവും. നല്ല എന്താ പറയുക, നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ 100% എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. ബട്ട് സ്റ്റിൽ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഇനി ഇതിലധികം സഫർ ചെയ്യാനുണ്ട്. അപ്പം നമ്മളിതിനെ നമ്മൾ അതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുവാണെന്ന് വിചാരിച്ചാൽ മതി. ഒന്നും ഉള്ളിലേക്ക് എടുക്കരുത്. അതായത് ഒന്നും നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലോട്ട് എടുത്തിട്ട് നമുക്കത് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ 4 കൊല്ലം നിങ്ങൾക്ക് അതിനേ സമയം ഉണ്ടാവത്തുള്ളൂ. ലിറ്ററലി പറയാനാണെങ്കിൽ നഴ്സിംഗ് എടുത്തതിൽ എന്താ പറയുക, ഞാൻ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ +2 കഴിഞ്ഞിരുന്ന് പെട്ടെന്ന് എൻ്റെ റിസൾട്ട് വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു ഏജൻസി ത്രൂ തന്നെയാണ് അഡ്മിഷൻ ഞാൻ എടുത്തത്. പെട്ടെന്നായിരുന്നു, എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. ഞാൻ എടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ഒരിക്കലും കോളേജിനെ പറ്റിയിട്ട് അന്വേഷിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. യൂട്യൂബാണ് അന്നും എൻ്റെ സോഴ്സ്. യൂട്യൂബിൽ എന്ന് വെച്ചാൽ വീഡിയോസ് നമ്മൾ നോക്കും, കോളേജിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു, അങ്ങനെ പോയി ജോയിൻ ചെയ്തു എന്നല്ലാതെ ഞാൻ ഒരു സംഭവം കോളേജിനെ പറ്റി അന്വേഷിച്ചിട്ടോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്, ഇവിടുത്തെ കോളേജ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ ആരും നോക്കാണ്ട് പോയിട്ട് അഫിലിയേഷൻ ഇല്ലാത്ത കോളേജസിൽ പോയി ജോയിൻ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇങ്ങനെ കോഴ്സ് നഴ്സിംഗ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വരാം കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ ഈ നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് എടുക്കുമ്പം ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്ത് പോകാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഞങ്ങൾക്ക് എന്ന് പറയുമ്പം 85% അറ്റൻഡൻസ് മാൻഡറ്ററി ആണ്. ഇപ്പം അതും കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 85% അറ്റൻഡൻസ് മാൻഡറ്ററി ആക്കിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിക്ക് ലീവ് പോലും അങ്ങനെ കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. ചെറിയ കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന ആൾക്കാർ, നമ്മുടെ ചെറിയ 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 അസുഖം വരുമ്പോഴത്തേക്ക് അങ്ങനത്തെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല നഴ്സിംഗിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ അത് അവർക്ക് ട്രോമറ്റൈസ്ഡ് ആവാൻ അത് മതി. അപ്പം ഞാൻ പറയുന്നത് അങ്ങനത്തെ എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വരണം എന്നല്ല, അതുമായിട്ട് ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നഴ്സിംഗ് കോഴ്സ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഈ 4 വർഷം പഠിക്കുന്ന ഫേസ് ആയാലും ശരി, ജോലി ചെയ്യുന്ന ഫേസ് ആയാലും നമ്മൾ കുറച്ചൊന്നല്ല നല്ല രീതിക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കണം. അതാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇപ്പം എല്ലാവരും പറയും നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ 4 കൊല്ലം കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് നഴ്സൊക്കെ ആയി കഴിഞ്ഞാൽ ലൈഫ് ഫുള്ള് സെറ്റാണെന്ന്. പക്ഷെ അതിൻ്റെ പുറകിൽ ഇത്രയും കഷ്ടപ്പാടുണ്ട്. ഇത്രയും നമ്മൾ കിടന്ന് ഒരുപാട് അസൈൻമെൻറ്റ്സും പേപ്പേഴ്സും കുറേ റിസർച്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ എഴുതണം. നമ്മൾ കെയർ പ്ലാനും കേസ് സ്റ്റഡീസും നഴ്സിംഗ് എടുത്തിട്ടുള്ളവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ നേഴ്സ് എന്ന് പറയുന്നൊരു ഇതിൽ ഇപ്പം പുറത്ത് പോയിട്ടാണെങ്കിലും ഇവിടെ നിന്നിട്ടാണെങ്കിലും ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അതൊരിക്കലും ഒരു ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു കോഴ്സ് അല്ല, ഏറ്റവും നല്ലൊരു കോഴ്സ് തന്നെയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് കോഴ്സ് എടുക്കുന്ന ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ സിക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആൾക്കാർ കുറച്ചൊന്നും എന്താ പറയുക, ഒന്ന് ബോൾഡ് ആവാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം എപ്പോഴും വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതിപ്പോൾ എവിടെയാണെങ്കിലും അതേപോലെ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പ്ലേസ് ചൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ മൈസൂർ ചൂസ് ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു റീസൺ ഒന്നുമില്ല ഞാൻ മൈസൂർ ചൂസ് ചെയ്തത്. എന്താ പറയുക, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മൈസൂർ ചൂസ് ചെയ്തത്. പക്ഷെ ഞാനിപ്പം അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി എൻ്റെ വീട് തമിഴ്നാട്ടിലാണ്. സോ ഐ നോ തമിഴ്. പിന്നെ അതേപോലെ തന്നെ മലയാളം നന്നായിട്ട് അറിയാം, ഇംഗ്ലീഷും നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സ്ട്രാ ലാംഗ്വേജ് എൻ്റെ കയ്യിലുണ്ട്, കന്നഡ. പിന്നെ കന്നഡ അറിയാമെങ്കിൽ നമുക്ക് അവിടെ മൈസൂർ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കന്നഡ പ്ലസ് എന്താ പറയുക ഇത് ഹിന്ദിയാണ് കുറച്ച് കൂടുതൽ സംസാരിക്കുക. അപ്പോൾ നമുക്കൊരു വലുതായിട്ടല്ല ചെറുതായിട്ടൊരു ഹിന്ദി ടച്ച് കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഹിന്ദി കൂടെ കുറച്ച് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ നമുക്ക് ലാംഗ്വേജിൻ്റെ ആ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ലാംഗ്വേജസ് ഒരു അഡീഷണൽ ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മേ ബി അത് നമ്മുടെ ലൈഫിൽ ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതായിട്ട് നമുക്ക് എടുക്കാം. ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമായിരിക്കും, അതായത് കോളേജ് ഇപ്പം നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, പഠിക്കാൻ എളുപ്പമാണോ, ഭയങ്കര ടഫാണോ, അല്ലെങ്കിൽ പിന്നെ ഈ കോഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കോളേജിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമോ, ഇന്റേണൽ മാർക്സ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെ കുറേ ഡൗട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. നഴ്സിങ്ങിനെ പറ്റി ഏകദേശം ധാരണയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ കോളേജ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. എൻ്റെ കോളേജ് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. എന്താ പറയുക, ഇപ്പം ഈ ഔട്ടിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അതൊക്കെ ആകെ മാസത്തിൽ ഒരു ഔട്ടിങ്. പൊതുവേ നഴ്സിംഗ് കോളേജസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഫോൺ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കാണോ കിട്ടുക എന്നൊക്കെ ചോദിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റിങ്ങിന് പോകുന്നത്, മൈസൂരുള്ള. എനിക്ക് തോന്നുന്നു അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ കേസുകൾ വരും, നമ്മളിതുവരെ കാണാത്ത ഒരുപാട് കേസുകൾ നമുക്ക് കിട്ടും. അവരുടെ അടുത്ത് പോയിട്ട് കന്നഡ കുറച്ചും കൂടെ നന്നായിട്ട്, അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ലാംഗ്വേജ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഒരു മെഡിക്കൽ കോളേജിൽ പോസ്റ്റിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യണം, ഇങ്ങനത്തെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഇപ്പം എന്താ പറയുക, ഒരു പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് അഡാപ്റ്റ് ആയിട്ട് അത് എങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഓവർകം ചെയ്യാം, കുറച്ചും കൂടെ നമ്മളെ ബോൾഡ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അതേപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ ഡിഫിക്കൾട്ടാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കൊന്നും വെറുതെ കിട്ടില്ല. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ടീമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഹാർഡായിരിക്കും അല്ലെങ്കിൽ എളുപ്പമായിരിക്കും എന്നുള്ളത്. ഞങ്ങളുടെ ടീച്ചേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, യു ആർ നോട്ട് വർക്കിംഗ് ഓൺ മെഷീൻസ്, യു ആർ വർക്കിംഗ് ഓൺ ഹ്യൂമൻ ബീങ്സ്. അതായത് നമ്മൾ മനുഷ്യന്മാരിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അത്രയും ഡെഡിക്കേഷനോട് കൂടി ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. നമ്മൾ തിയറി മാത്രം പഠിച്ചാൽ പോരാ, പ്രാക്ടിക്കൽ കൂടെ പഠിക്കണം എന്ന് പറയും. പക്ഷേ നഴ്സിംഗ് കോഴ്സിൽ തിയറി പ്ലസ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം നമുക്ക് IV ആണെങ്കിലും ഇപ്പം ഇൻട്രാമസ്കുലർ അല്ലെങ്കിൽ മറ്റേ ഇൻട്രാവീനസ്, ഇങ്ങനെ ഇഞ്ചെക്ഷൻസ് ആണെങ്കിലും സക്ഷനിങ്, അങ്ങനത്തെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് നഴ്സിംഗിൽ. ഇതൊന്നും അല്ലാതെ നമുക്ക് ചില കാര്യങ്ങളുണ്ട്. മരുന്ന്, ഇപ്പം മെഡിക്കേഷൻസ് ആണെങ്കിലും ഇപ്പം ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന മെഡിസിൻ ഈ ഒരു ടൈമിൽ നമുക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ തിയറി നോളജ് ഇല്ലെങ്കിൽ പിന്നെ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ടഫ് തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി നല്ലോണം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇവിടെ റിസൾട്ടിലല്ല കാര്യം, റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ നോളജ് ഒക്കെ എവിടെ പോയാലും, നമ്മൾ എവിടെ പ്രാക്ടിക്കൽ പോസ്റ്റിങ്സിന് പോയാലും അവിടെ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പോക്കറ്റിലാക്കി കൊണ്ടുവരണം. എന്ന് വെച്ചാൽ സാധനങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു നോളജ് നമ്മൾ കയ്യിലാക്കി കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഒരു സ്കില്ല് എന്ന് പറയുന്നത്. സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നഴ്സിംഗിൻ്റെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ നല്ലോണം സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പം നഴ്സിംഗിന് വരുന്നവർ ഈ ഒരു കാര്യം ഇപ്പം ഏകദേശം ഒന്ന് സോൾവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്താ പറയുക, ഡോക്ടേഴ്സിൻ്റെ ഒക്കെ താഴെയുള്ള ഒരാൾ, അത് ഹെൽത്ത് കെയർ ടീമിൻ്റെ ഒരു ഇതിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ, ഡോക്ടേഴ്സിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അത്രയും നോളജ് ഇവർക്കും വേണം. അത്രയും സിലബസ് പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അവരും നഴ്സിംഗിലാണെങ്കിലും അത്യാവശ്യം നല്ല ഹെവി സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയർലി എക്സാം വരുന്ന പോലെയാണ്. ഇപ്പം അത് സെം വൈസ് ആക്കിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പഠിക്കുന്ന ഇങ്ങനെ 5 സബ്ജക്ട് വരുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിൽ 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. നമുക്ക് ഓരോ വർഷം പുതിയൊരു ചാപ്റ്റർ പഠിക്കാനുണ്ടാവും. ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സബ്ജക്ട് ആയിരിക്കും നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഇയറിൽ നമുക്കൊരു കണ്ടിന്യൂഷൻ ഉണ്ട്. അതായത് MSN1, MSN2, MSN3 ഉണ്ടാവും. അതായത് CHN1 CHN എന്ന് ഉദ്ദേശിച്ചത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 പിന്നെ 2 4th ഇയറിലും അങ്ങനെയായിട്ടാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ പഠിക്കുന്നതൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒന്നും പേടിക്കേണ്ട, അത്ര ഡിഫിക്കൽട്ട് അല്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം ക്ലാസ്സുകളും അവർ തന്നെ എടുക്കും. ഒരു സ്കൂൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കോളേജ്. നിങ്ങൾ എന്താ പറയുക, എൻജോയ്മെന്റും എന്റർടൈൻമെന്റും പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കോളേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കോളേജിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഫുള്ളി അത് എക്സ്പെക്ട് ചെയ്തിട്ട് ഒരിക്കലും പോകരുത്. കാരണം അതല്ല നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം ബാക്കിയുള്ള കോഴ്സുകളെ പോലെ അല്ലല്ലോ. സോ നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഓർത്ത് ഇനി ആരും പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്ലിമെന്ററി എക്സാം എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാം എഴുതി നമുക്കതിൽ 1-2 സബ്ജക്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 6 months കഴിയുമ്പോൾ ഒരു സപ്ലിമെന്ററി എക്സാം ഉണ്ടാവും. അങ്ങനെ ക്ലിയർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി അതിലും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഇയർ എക്സാമിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിനിക്കൽ അറ്റൻഡൻസ് ആണെങ്കിലും നമ്മുടെ കോളേജിലേക്ക് വരുന്നതിൻ്റെ അറ്റൻഡൻസ് ആണെങ്കിലും ഇപ്പോൾ ഈവൻ ബയോമെട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അറ്റൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ സിക്ക് ലീവ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലീവ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിലോ ആപ്റ്റായിട്ടുള്ള പ്രൂഫും കാര്യങ്ങളെല്ലാം കാണിച്ചാൽ മാത്രമേ നമുക്ക് ലീവ് കിട്ടുള്ളൂ. ലീവിന് പോയി കഴിഞ്ഞാൽ തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ബാങ്കിൽ പോയതാണെങ്കിൽ ബാങ്ക് അറ്റൻഡൻസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചോദിക്കും. അതും ഡിപ്പെൻസ്, കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റൻഡൻസ് നമുക്ക് ഇത്ര പെർസെൻറ്റേജിൻ്റെ അകത്തില്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. സപ്ലിമെന്ററി എക്സാമിൻ്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫീസ് അടയ്ക്കാതെ ഇരുന്നാലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതും ഇതുപോലെ തന്നെ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഫീസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന എക്സാം ഫീസ് കുറച്ച് ലേറ്റ് ആയെന്നുണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ, അതും ഞങ്ങളുടെ കോളേജിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും അധികം ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേറെ കോളേജസിലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അഡ്മിഷൻ ഫീസ് അല്ലെങ്കിൽ മറ്റേ ഫീസൊക്കെ അടയ്ക്കാതിരുന്നിട്ട് ഇയർ ബാക്ക് ആയി പോകുന്നത്. ഇയർ ബാക്കിൻ്റെ കാര്യങ്ങൾ എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ. അങ്ങനെ ഈ സപ്ലിമെന്ററി പിന്നെ അതേപോലെ തന്നെ ഫീസ്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു. ഇനിയുള്ളത് ചെറിയൊരു ഭാഗം നഴ്സിംഗ് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക്. കൂടുതലും ഈ നഴ്സിംഗ് എടുത്തിട്ടുള്ള ആൾക്കാർ ആദ്യത്തെ ഈ ഒരു കുറച്ച് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവാനുള്ള റീസൺ ഒരു ഈ നഴ്സിംഗ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് ആയിട്ട് പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഭയങ്കര വിയർഡായിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം നമ്മളിപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ UK, US കുറേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഡ്രീം ചെയ്ത് നടക്കുന്ന പിള്ളേർക്ക് ഭയങ്കര എഫക്ട് ചെയ്യും. കാരണം ഇപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പോയി നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ട്രൈ ടു ലേൺ തിങ്സ്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വെറുതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ പോസ്റ്റിങ്ങിനൊക്കെ പോയിട്ട് വെറുതെ ഇരിക്കുകയെ ചെയ്യരുത് ഒരിക്കലും. കാരണം അവിടെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ നോളജ് ഇങ്ങനെ ഗ്രാബ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ പോയാലും നമുക്ക് ആ ഒരു ഇത് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു സൈക്കാട്രിക് പോസ്റ്റിങ്ങിന് പോയി ഞങ്ങൾക്ക് തിയറി ഒരു
50% ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സൈക്കാട്രിക് പോസ്റ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി 50% എടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു, അവിടുത്തെ ടീച്ചേഴ്സ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ പ്രാക്ടിക്കൽ നമുക്ക് ഓരോ കെയർ പ്ലാൻ, കേസ് സ്റ്റഡീസ്, അങ്ങനെ പ്രോസസ് റെക്കോർഡിംഗ്, MSc ഒക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാവും ഇതിങ്ങനെയാണ് സംഭവം. അപ്പോൾ അത് എടുക്കേണ്ട കാര്യം വരുന്നില്ല. തിയറി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടിക്കൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനെയും എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.